അദാനിയുടെ ഓഹരികൾ നഷ്ടത്തിൽ. കഴിഞ്ഞ 2 ദിവസം ഓഹരികൾ നേട്ടത്തിലായിരുന്നു. എന്നാൽ ഇന്ന് ഓഹരി വിപണിയിൽ വ്യാപാരം ആരംഭിച്ചതോടെ അദാനി എന്റർപ്രൈസസിന്റെ ഓഹരികൾ 15% ഇടിഞ്ഞു. വിവരങ്ങളുമായി അനുഷ ഭരതൻ ചേരുന്നു. അനുഷ, ഇന്ന് അദാനി ഓഹരികൾ അല്പം നേട്ടത്തിലാണ്. എങ്ങനെയാണ് സാഹചര്യം വിപണിയിൽ? ഫിജി, അദാനി ഓഹരി ഇപ്പോഴും തകർച്ചയിലാണ് തുടരുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഓഹരി വിപണിയിൽ വലിയൊരു നേട്ടം, ഒരു തിരിച്ചു കയറൽ അദാനി ഗ്രൂപ്പിന് സാധിച്ചിരുന്നു. എന്നാൽ ഇന്ന് അദാനി എന്റർപ്രൈസസിന്റെ ഓഹരികളിൽ മാത്രം 15% ഇടിവാണുണ്ടായത്. മോർഗൻ സ്റ്റാൻലിയുടെ ഈ ഫെബ്രുവരി മാസത്തെ അവലോകന റിപ്പോർട്ട് പുറത്തു വന്നതോടെയാണ് ഓഹരി വിപണിയിൽ ഇന്ന് രാവിലെ മുതൽ വലിയൊരു ഇടിവ് അദാനി ഗ്രൂപ്പ് നേരിടുന്നത്. 10 ഓഹരികളിൽ 9 ഓഹരികളിലും ഈ ഇടിവ് തുടരുന്നുണ്ട്. അദാനി എന്റർപ്രൈസസ് നിലവിൽ 9% നഷ്ടത്തിലും, അദാനി പോർട്സ്, അദാനി പവർ, അദാനി ഗ്രീൻ, അദാനി ട്രാൻസ്മിഷൻ അടക്കമുള്ള 9 ഓഹരികളിലാണ് ഇടിവ് നേരിടുന്നത്. ഹിൻഡൻബർഗ് റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് ഫെബ്രുവരി 9 മുതൽ 5 ലക്ഷം കോടിയുടെ നഷ്ടമാണ് അദാനി ഗ്രൂപ്പിന് ഉണ്ടായത്. എന്നാൽ ഇന്നലെയും മിനിഞ്ഞാന്നും ഉണ്ടായ ഓഹരി വ്യാപാരത്തിൽ 35% റിക്കവറി ഉണ്ടാവുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ മോർഗൻ സ്റ്റാൻലി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ, ഇത് മറ്റൊരു ധനകാര്യ ഗവേഷണ സ്ഥാപനമാണ്, ഈ റിപ്പോർട്ട് പുറത്തു വന്നതിനാലെ വലിയൊരു ഇടിവാണ് ഈ ഓഹരി വിപണിയിൽ ഇപ്പോൾ അദാനി ഗ്രൂപ്പ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഫിജി. ശരി, അദാനിയുടെ ഓഹരികൾ നഷ്ടത്തിലാണ്. കഴിഞ്ഞ 2 ദിവസം ഓഹരികൾ നേട്ടത്തിലായിരുന്നു. എന്നാൽ ഇന്ന് ഓഹരി വിപണിയിൽ വ്യാപാരം ആരംഭിച്ചതോടെ അദാനി എന്റർപ്രൈസസിന്റെ ഓഹരികൾ 15% ഇടിവ് രേഖപ്പെടുത്തിയത്.